കുരിശ് ദൈവസ്നേഹം വെളിപ്പെടുത്തിയ ഇടം. അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുക എന്നതാണ് നോമ്പിന്റെ ആഹാരം. ശിക്ഷയുടെ പ്രതീകമായിരുന്ന കുരിശിൽ ദൈവസ്നേഹത്തിന്റെ പരമോന്നത സ്നേഹം വെളിപ്പെടുകയാണ്. രക്ഷിതാവിനെ കണ്ടെത്തിയ ഇടമായ കുരിശ് രക്ഷയുടെ സാഫല്യമാകുമ്പോൾ, ക്രിസ്തു ജീവൻ നൽകി വീണ്ടെടുത്തിരിക്കുന്ന നമുക്ക് കുരിശിനെ നോക്കി യാത്ര ചെയ്യാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 1 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ യേശു കർത്താവിന്റെ പീഡാസഹനങ്ങളെയും ക്രൂശ് മരണത്തെയും വിവരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ജീവത്യാഗം ലോകത്തോടുള്ള ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. വേദനയുടെ കാഠിന്യം മാത്രം നിറഞ്ഞ ക്രൂശ് അനുഭവം ദൈവസ്നേഹത്തിന്റെ പരമോന്നത സ്നേഹം വെളിപ്പെടുത്തുന്ന ഇടമാകുന്നു. ദൈവം ലോകത്തെ സ്നേഹിച്ചു, അതുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശു തന്റെ സ്നേഹത്തെ പൂർണ്ണമായി പ്രകടിപ്പിച്ച ഇടം കുരിശാണ്. പടയാളികൾ യേശുവിനെ ക്രൂശിപ്പാനായി കൊണ്ടുപോകുന്ന വഴിയാത്രയിൽ ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ ക്രിസ്തുവിന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. അവനത് അനുസരിച്ചു. ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലും ക്രിസ്തുവിന്റെ കുരിശെടുക്കുന്നതിനുള്ള വിധേയത്വം ഉണ്ടാകണം. പിതാവിന്റെ ഹിതത്തോടുള്ള സമ്പൂർണമായ വിധേയത്വം ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലൂടെ വെളിപ്പെടുന്നു. സ്വർഗോന്നതി വെടിഞ്ഞ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു തന്റെ വിധേയത്വത്തിലൂടെ സ്വയം ശൂന്യവൽക്കരിക്കുകയാണ്. കുരിശ് നമ്മെ ക്ഷണിക്കുന്നതും ഈ വിധേയപ്പെടലിലേക്കാണ്. നമ്മുടെ സ്വയത്തിന്റെ എല്ലാ അഹങ്കാരങ്ങളും മാറ്റിവെച്ച് വിധേയത്വത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാനും മുറിക്കപ്പെടുവാനും കഴിയണം. കുറേനക്കാരനായ ശീമോൻ ക്രിസ്തുവിന്റെ നിശബ്ദനായ അനുയായിയായിത്തീരുന്നു. കുരിശെടുക്കുന്നതിനുള്ള നിയോഗം നിരസിക്കാതെ ക്രിസ്തുവിന്റെ കുരിശ് ചുമക്കുവാൻ സ്വയം ചുമലു കൊടുക്കുവാനുള്ള വിധേയത്വം ശിഷ്യത്വത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. അന്യരുടെ വേദനകളിൽ നിന്നോടൊപ്പം ഞാനുമുണ്ട് എന്ന സമാശ്വാസത്തിന്റെ വാക്കുകൾ ഒരുവനിലേക്ക് പകരുന്ന സ്വാന്തനം എത്ര ആഴത്തിൽ ആശ്വാസവും സമാധാനവും പകരുന്നതാണ്. വേദനപ്പെടുന്നവനിലേക്ക് നോക്കി വിമർശിക്കുവാനല്ല, സ്വാന്തനമാകുവാനും ആശ്വസിപ്പിക്കുവാനുമുള്ള വിനയപ്പെടൽ, അപരന് വേണ്ടി ചുമൽ കൊടുക്കുവാനുള്ള അർപ്പണം നമ്മെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാക്കും. നമ്മെ നാം ആക്കുവാൻ, ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ, നമ്മുടെ പാപത്തിന്റെ കാഠിന്യം മനസ്സിലാക്കുവാൻ, നമ്മെ പുതു സൃഷ്ടിയാക്കുവാൻ കുരിശ് അനിവാര്യമായിരുന്നു. യേശു കർത്താവേ, എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ അങ്ങ് ക്രൂശിൽ യാഗമായതോർത്ത് നിനക്ക് നന്ദി. ആമേൻ.